ഒരു 30 മിനിറ്റ്സിനുള്ളിൽ തീർക്കുന്ന ബയോളജി. ഇത് നീറ്റിന് ചെയ്തപ്പോൾ ഒരു 51 അവറൊക്കെ പോയി ബയോളജിക്ക്. പിന്നെ ഇവിടെ ആഴ്ച തോറും നടക്കുന്ന വീക്കിലി എക്സാമും A+ എക്സാമും ഒക്കെ എഴുതി പിന്നെ എക്സാമിനോടുള്ളൊരു ഭയം അങ്ങ് മാറിക്കിട്ടിയായിരുന്നു. അവർ കുഞ്ഞുനാളിലേ നല്ല മാർക്ക് മേടിച്ച് വരുമായിരുന്നു. അവർ +2-ന് ഒരാൾക്ക് ഫുൾ മാർക്കുണ്ട്, ഒരാൾക്ക് 3 മാർക്കിൻ്റെ വ്യത്യാസമേ ഉള്ളായിരുന്നു. ഞാൻ ആദ്യം ബയോളജിയാണ് ചെയ്തപ്പം ഫസ്റ്റ് ബയോളജിയുടെ ക്വസ്റ്റ്യനും ഫോണ്ടും ഒക്കെ കണ്ടപ്പോൾ തന്നെ ഫുള്ള് കിളിവായി. പിന്നെ ബ്രില്യൻറ്റിൽ തന്നെ ഒരു സിസ്റ്റം ഉണ്ട്, നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്ത് പോയാൽ മതി. പിന്നെ ഫിസിക്സിലോട്ട് പോയപ്പം എല്ലാം കംപ്ലീറ്റ് പോയി. കാരണം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല, അടുത്തത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഫുള്ള് ഡെസ്പായി പോയി. ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പോൾ ഒരു ഡോക്ടർ ആവണം എന്നുള്ളത് സത്യത്തിൽ ആരുടെ ആഗ്രഹമായിരുന്നു? എൻ്റെ ആഗ്രഹമായിരുന്നു. കുഞ്ഞുനാളിലെ അതിനു വേണ്ടിയുള്ള ബേസിക് എല്ലാം ക്ലാസ്സുകൾ കൊടുത്തിരുന്നു. ഇപ്പോൾ അത് അവർ നിന്ന് നിറവേറും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. 2025 നീറ്റ് എക്സാമിൽ ഒരു വീട്ടിൽ നിന്ന് തന്നെ ഇരട്ടി മധുരം എന്നോണം 2 കിടിലൻ ഡോക്ടർമാരെ സൃഷ്ടിച്ചിരിക്കുകയാണ് പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ. അപ്പോൾ ഇന്ന് എന്റെ കൂടെയുള്ളത് ഗോപികയും ഗായത്രിയുമാണ്. അപ്പൊ നമുക്ക് ഇവരെ കൂടുതൽ വിശേഷങ്ങൾ ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ ആദ്യമേ തന്നെ ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ. അപ്പോൾ നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ എന്തായാലും പ്രേക്ഷകർക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളെ 2 പേരെ കുറിച്ചും കുറച്ച് കാര്യങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. നമസ്കാരം, എൻ്റെ പേര് ഗോപിക. എൻ്റെ പേര് ഗായത്രി. ഞാനിവിടെ R11 ബാച്ചിലെ റിപ്പീറ്റർ സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് ഇക്കഴിഞ്ഞ നീറ്റ് എക്സാമിന് 584 മാർക്കും ഓൾ ഇന്ത്യ റാങ്ക് 2928 ഉണ്ടായിരുന്നു. എനിക്ക് ഇക്കഴിഞ്ഞ നീറ്റ് എക്സാമിന് ഓൾ ഇന്ത്യ റാങ്ക് 12,051 പിന്നെ മാർക്ക് 550 ഉണ്ടായിരുന്നു. അപ്പോൾ 2 പേരെയും അമ്മയും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അമ്മ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. എൻ്റെ പേര് സുധ എന്നാണ്. ഞാൻ ട്യൂഷൻ ടീച്ചറാണ്. അപ്പോൾ 2 പേരും എവിടുന്നാ വരുന്നതെന്ന് പറഞ്ഞില്ല. അപ്പൊ ആ സ്ഥലം ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നമ്മൾ കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഹയർ സെക്കൻഡറി +1 +2 ഒക്കെ ഏത് സ്കൂളിലാണ് പഠിച്ചതൊക്കെ? അത് അവിടെ GHSS കുളത്തൂപ്പുഴ. 2 പേരും ഒരുമിച്ചായിരുന്നു അല്ലെ? ചെറുപ്പം തൊട്ടേ ഒരുമിച്ചായിരുന്നോ പഠിച്ചുകൊണ്ടിരുന്നത്? അതെ. അപ്പൊ ബ്രില്യൻറ്റിൽ വന്നതും ഒരുമിച്ചാണ്. ഇപ്പൊ ഒരുമിച്ച് തന്നെ ഏത് മെഡിക്കൽ കോളേജിലേക്കാണ് പോകാൻ പോകുന്നത്? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജാണ് മനസ്സിലുള്ളത്. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ രാവും പകലും ഒക്കെയുള്ള ഒരു കഠിന അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു മികച്ച റിസൾട്ട് നിങ്ങൾക്ക് 2 പേർക്കും നേടാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത്? അതേ സന്തോഷമുണ്ട്. ഇപ്പം കഴിഞ്ഞ നീറ്റ് എക്സാം നല്ല ടഫായിരുന്നു. അപ്പം എഴുതി കഴിഞ്ഞപ്പോഴേ നല്ല വിഷമമായിരുന്നു, നല്ല ഡെസ്പായി പോയി. പിന്നെ എത്ര മാർക്ക് പിന്നെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇതേ മാർക്ക് സെയിം മാർക്ക് തന്നെയായിരുന്നു. പിന്നെ റാങ്ക് ഇത്ര കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സന്തോഷമുണ്ട്. എനിക്കും സന്തോഷമുണ്ട്. പക്ഷേ എക്സാം ടഫായിരുന്നു. പക്ഷേ ഇടയ്ക്ക് എവിടേക്കോ പോയതുകൊണ്ട് 550 കിട്ടി. എന്നാലും കിട്ടിയത് സന്തോഷം. അപ്പോൾ എല്ലാവരും എന്തായാലും അറിയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു പഠന രീതി എന്തായിരുന്നു? ഈ ഒരു വർഷം നമ്മൾ ബ്രില്യൻറ്റിൽ പഠിക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ പഠന രീതി എന്തായിരുന്നു? എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയുമോ? ഇപ്പോൾ രാവിലെ 8 മണി തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഉച്ചവരെയായിരുന്നു തുടക്കത്തിലൊക്കെ ക്ലാസ്. അത് കഴിഞ്ഞ് റെഫറൻസിനിരിക്കും, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് പഠിക്കും. അതുകൂടാതെ തന്നെ ഇവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റീസ് ഞാൻ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തിരുന്നു. പിന്നെ അതിനുള്ള ഗൈഡൊക്കെ വെച്ച് ടോപ്പിക്സ് അപ്പം തന്നെ പഠിപ്പിക്കുന്ന അപ്പം തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു പോയി. അത് നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നി നീറ്റ് എക്സാമിന്. പിന്നെ ലേണിംഗ് ആപ്പ്, അതിനകത്ത് ഒത്തിരി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് പോയപ്പം നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. അപ്പൊ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞു അല്ലെ? അപ്പൊ ലേണിംഗ് ആപ്പിൽ ഒരുപാട് എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ എക്സാംസ് ഒക്കെ എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? എന്തായാലും നമ്മൾ പഠിച്ചൊരു കാര്യം നമുക്ക് എത്രത്തോളം മനസ്സിലായി എന്നൊക്കെ അറിയാനായിട്ട് എക്സാംസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലെ? അപ്പൊ ഏതൊക്കെ കാര്യമാണ് നമുക്ക് പഠിച്ചതിൽ ഓർമ്മയില്ലാത്തത് എന്നൊക്കെ മനസ്സിലാക്കാൻ എന്തായാലും നമ്മളെ എക്സാംസ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ എക്സാമുകളൊക്കെ എത്രത്തോളം ഈ ഒരു വിജയത്തിന് നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട്? എക്സാംസ് അതായത് ടോപ്പിക്സ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിയുമ്പം അപ്പം തന്നെ എക്സാംസ് കുറേ ചെയ്തു പോയിട്ടുണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 അങ്ങനെ. പിന്നെ ഇവിടെ ആഴ്ച തോറും നടക്കുന്ന വീക്കിലി എക്സാമും A+ എക്സാമും ഒക്കെ എഴുതി പിന്നെ എക്സാമിനോടുള്ളൊരു ഭയം അങ്ങ് മാറിക്കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ ഒരു നീറ്റ് എക്സാം എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ഏതായിരുന്നു കുറച്ച് ഈസി ആയിട്ട് തോന്നിയത്, അല്ലെങ്കിൽ അതിൽ തന്നെ മോൾക്ക് ഭയങ്കര ടഫായിട്ട് തോന്നിയതൊക്കെ ഏത് സബ്ജക്റ്റ് ആയിരുന്നു? ഞാൻ ആദ്യം ബയോളജിയാണ് ചെയ്തപ്പം ഫസ്റ്റ് ബയോളജിയുടെ ക്വസ്റ്റ്യനും ഫോണ്ടും ഒക്കെ കണ്ടപ്പോൾ തന്നെ ഫുള്ള് കിളിവായി. അങ്ങനെ കുറച്ച് ടഫായിരുന്നു ബയോളജി. ആദ്യം ബയോളജിയാണ് ചെയ്തത്, എന്നിട്ടും ബയോളജി ടഫായിരുന്നു.
പിന്നെ അതൊരു രീതിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത കെമിസ്ട്രിയിലോട്ട് പോയി. കെമിസ്ട്രിയും അത്യാവശ്യം ടഫായിരുന്നു, എന്നാലും വലിയ ടഫല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ഫിസിക്സിലോട്ട് പോയപ്പം എല്ലാം കംപ്ലീറ്റ് പോയി. കാരണം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല, അടുത്തത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഫുള്ള് ഡെസ്പായി പോയി. ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പം ഞാനാദ്യം എക്സാം പേപ്പർ പൊട്ടിച്ചപ്പം ആദ്യം ഫിസിക്സാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. പക്ഷേ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് എനിക്ക് ഫിസിക്സ് ചെയ്യാൻ തോന്നിയില്ല. വെറുതെ ടൈം കളയണമെന്ന് വെച്ചാൽ ഞാൻ ബയോളജിയിലൊക്കെ പോയി. പക്ഷേ ബയോളജിയും സാധാരണ ഞാനൊരു 30 മിനിറ്റ്സിനുള്ളിൽ തീർക്കുന്ന ബയോളജി ഇത് നീറ്റിന് ചെയ്തപ്പോൾ ഒരു 51 hour പോയി ബയോളജിക്ക്. പിന്നെ അടുത്ത കെമിസ്ട്രിയിലോട്ട് പോയപ്പം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, എന്നാലും എനിക്ക് ഒത്തിരി നെഗറ്റീവ് വന്നു കെമിസ്ട്രിക്ക്. പിന്നെ ഫിസിക്സിലോട്ട് പോയപ്പം ചെയ്യാൻ പറ്റുന്നില്ല, അടുത്തത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഭയങ്കര ഇതായിപ്പോയി. എന്നാലും എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു. അങ്ങനെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എനിക്ക് ബയോളജിയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നീറ്റിന് കിട്ടിയത്, ഫിസിക്സിനാണ് ഏറ്റവും കുറവ്. അപ്പോൾ നമ്മളുടെ എക്സാം നല്ല ടഫായിരുന്നു ഇപ്പോൾ മൊത്തത്തിൽ. എന്നാൽ പോലും നമ്മളുടെ റിസൾട്ട് വന്ന ഒരു സമയത്ത് ഇത്രയും നല്ല ഒരു മാർക്ക് കിട്ടി എന്നറിഞ്ഞപ്പോൾ എന്തായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്? അത് ക്ലാസ് ടീച്ചർ ആണെങ്കിലും ഇവിടുത്തെ കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും എപ്പോഴും പറയായിരുന്നു, ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫാണ്, സിമ്പിൾ ആണെങ്കിൽ എല്ലാവർക്കും സിമ്പിളാണ്. എല്ലാവർക്കും ടഫായതുകൊണ്ടാണ് ഇത്രയും നല്ല റാങ്ക് കിട്ടാൻ സാധിച്ചതെന്ന് കരുതുന്നു. അപ്പോൾ ക്ലാസ് ടീച്ചറൊക്കെ ആരായിരുന്നു? ഏത് ബാച്ചായിരുന്നു? 611 ബാച്ചായിരുന്നു. ഇവിടെ ഡി ബ്ലോക്കിൽ തന്നെ ആയിരുന്നു. ക്ലാസ് ടീച്ചർ സഞ്ജയ് സാറായിരുന്നു. സാറൊരു ബ്രദറിനെ പോലെ നല്ല സപ്പോർട്ടീവായിരുന്നു. എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഈ നീറ്റ് എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും സാർ ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു, ഡൗൺ ആവില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അടുത്ത ചോദ്യം അമ്മയോടാണ്. ഇപ്പോൾ 2 മക്കളും അവർക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഫീൽഡിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത്? ഇവരുടെ എല്ലാ സ്ട്രഗിൾസും കണ്ടിട്ടുള്ള ഒരാളായിരിക്കും അമ്മ. അപ്പോൾ അമ്മയ്ക്ക് എന്താണ് ഇവരുടെ ഈ ഒരു വിജയത്തിൽ തോന്നുന്നത്? വളരെ സന്തോഷമുണ്ട്. പിന്നെ കുഞ്ഞുനാളിലെ ഞാൻ ട്യൂഷൻ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ അവർക്കും ബേസിക് എല്ലാം ഞാനങ്ങ് പഠിപ്പിച്ച് അവർ കുഞ്ഞുനാളിലെ നല്ല മാർക്ക് മേടിച്ച് വരുമായിരുന്നു. അവർ +2 ഒരാൾക്ക് ഫുൾ മാർക്ക് കൊണ്ട് ഒരാൾക്ക് 3 മാർക്കിൻ്റെ വ്യത്യാസമേ ഉള്ളായിരുന്നു. അപ്പോൾ ഒരു ഡോക്ടർ ആവണം എന്നുള്ളത് സത്യത്തിൽ ആരുടെ ആഗ്രഹമായിരുന്നു? എൻ്റെ ആഗ്രഹമായിരുന്നു. കുഞ്ഞുനാളിലെ അതിന് വേണ്ടിയുള്ള ബേസിക് എല്ലാം ക്ലാസ്സുകൾ കൊടുത്തിരുന്നു. പിന്നെ ഇപ്പോൾ അത് അവർ നിന്ന് നിറവേറും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. അപ്പോൾ 2 പേരും ഒരേ ഹോസ്റ്റലിലായിരുന്നോ? ഒരേ ഏത് ഹോസ്റ്റലായിരുന്നു? വൈറ്റ് ഹൗസ് സ്റ്റാൻഡ് ഹോസ്റ്റലായിരുന്നു. മെൻ്റർ മാരിയറ്റ് മാം ആയിരുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തായാലും കൂടുതൽ സമയം ക്ലാസ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഹോസ്റ്റലിലായിരിക്കും അല്ലേ? അപ്പോൾ നമ്മളുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ മാർക്കൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കരച്ചിൽ പിഴിച്ചിൽ ബഹളങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ വാർഡന്മാരൊക്കെ നിങ്ങൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു വിഷമത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട്? മിസ്സ് എല്ലാ ദിവസവും റൂമിൽ വരുമായിരുന്നു പ്രോഗ്രസ് കാർഡൊക്കെ സൈൻ ചെയ്യാനായിട്ട്. അപ്പം മാർക്കൊക്കെ നോക്കിയിട്ട് മിസ് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടിപ്സും ടെക്നിക്കും എല്ലാം പറഞ്ഞു തരുമായിരുന്നു. മിസ് നല്ല സപ്പോർട്ടായിരുന്നു. വെച്ചാൽ മാർക്കൊക്കെ കുറഞ്ഞാലും മിസ് സാരമില്ല, പോട്ടെ അടുത്താണ് മേടിച്ചാൽ മതി അങ്ങനെയൊക്കെ പറയായിരുന്നു. അപ്പോൾ നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റീസ് ഒക്കെ നിങ്ങളെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഞാൻ മെയിനായിട്ട് ആപ്പിലാണ്, ലേണിംഗ് ആപ്പിലാണ് ഡൗട്ടൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. പ്രൊഫസേഴ്സ് ഹാളിൽ പോകുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ആപ്പിൽ ചോദിക്കുന്നതാണ്. അതിലും നല്ല എക്സ്പേർട്സ് ആയ സാറന്മാരൊക്കെ തന്നെ വോയിസ് ആയിട്ടും ടെക്സ്റ്റ് മെസ്സേജൊക്കെ ആയിട്ടും ഒക്കെ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. പിന്നെ ലാസ്റ്റ് മോഡൽ എക്സാമിൻ്റെ ടൈമിൽ ബ്രില്യൻറ്റ് ആപ്പിൽ AI സൗകര്യം കൂടെ കൊണ്ടുവന്നായിരുന്നു. അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം അതേ സെക്കൻഡിൽ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. ഇനി അതായത് നിങ്ങളുടെ ജൂനിയേഴ്സിന് ഇപ്പോൾ 2026 നീറ്റ് എക്സാം അപ്പിയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവരോടായിട്ട് എന്താണ് പറയാനുള്ള ഒരു മെസ്സേജ്? പേപ്പർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, സിമ്പിളാണോ ടഫാണോ അതോ മോഡറേറ്റ് ആണോ എന്ന്. പക്ഷേ നമ്മൾ ഡിഫിക്കൽട്ടാന്ന് വെച്ച് തന്നെ പഠിച്ചു പോകണം. അന്നു പഠിപ്പിക്കുന്ന ടോപ്പിക്സ് അന്ന് തന്നെ ക്ലിയർ ചെയ്യണം. പിന്നെ ഡൗട്ട്സ് ഒന്നും വെച്ചുകൊണ്ടിരിക്കണം. ബാക്ക്ലോഗ്സ് ഒരിക്കലും വെക്കരുത്. കാരണം അത് പിന്നെ പെൻഡിങ് ആയിരുന്നു കൂടി അത് പിന്നെ വലിയ ബുദ്ധിമുട്ടാവും. പിന്നെ ഷോർട്സ് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. അത് പിന്നെ ലാസ്റ്റിലേക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ബ്രില്യൻറ്റിൽ തന്നെ ഒരു സിസ്റ്റം ഉണ്ട്. നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്ത് പോയാൽ മതി. തീർച്ചയായും മികച്ച വിജയം തന്നെ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ നല്ല 2 ഡോക്ടർമാരായിട്ട് 2 പേരും വരാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.